നമസ്കാരം. PM ശ്രീ പദ്ധതിയിൽ VD സതീശൻ സർക്കാരിന്റെ അത്ഭുതകരമായ മലക്കം മറിച്ചിൽ. PM ശ്രീയിൽ മുൻ സർക്കാർ ഒപ്പിട്ട് പോയതുകൊണ്ട് തുടരാൻ നിർബന്ധിതമാവുകയാണ് എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ കമ്മിറ്റഡ് ആണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും കൈകഴുകി. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടുകൾ, പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടുകൾ ഒക്കെ ഇനി എന്ത് ചെയ്യും? എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും UDFന് ഈ തീരുമാനം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. കോൺഗ്രസിന് വേണ്ടി ശ്രീ ജിൻഡോ ജോൺ, മുസ്ലിം ലീഗിന് വേണ്ടി ശ്രീ ഷിബു മീരാൻ, CPIഎമ്മിന് വേണ്ടി ശ്രീ ജേക്ക് സി തോമസ്, BJPക്ക് വേണ്ടി ശ്രീ TP ജയചന്ദ്രൻ എന്നിവരാണ് ആദ്യം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് കേൾക്കാം. അതിനുശേഷം ചർച്ച. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ശ്രീ ജിൻഡോ, അത് കോൺഗ്രസിന്റെ സ്റ്റാൻഡാണ്, ഞങ്ങൾക്കതേ ചെയ്യാൻ പറ്റൂ. ഞാൻ കൂടുതൽ ചോദിക്കണ്ടല്ലോ, ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ശ്രീ അഭിലാഷ്, അതിൽ കോൺഗ്രസിൻ്റെ അന്നത്തെ ഇന്നത്തെ നിലപാടിൽ മാറ്റമൊന്നുമില്ല. അത് നമ്മൾക്ക് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രയാസം, ആ പ്രയാസം കേന്ദ്ര സർക്കാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മറപറ്റിക്കൊണ്ട് സംഘപരിവാർവൽക്കരണം സ്കൂളുകളിലൂടെ നടപ്പാക്കാൻ പോകുന്നു. അതിനെതിരായിട്ടുള്ള നിലപാടാണ് ഒന്നാമത്തത്. അപ്പോൾ അത് നടപ്പാക്കാനായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ അറിയിക്കും. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം പുതിയ സബ് കമ്മിറ്റിയെ വെച്ച് പഠിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ രണ്ട് പ്രധാനപ്പെട്ട സജഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കരിക്കുലം പഠിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടണം. രണ്ട്, സ്കൂളുകളുടെ സെലക്ഷൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം നൽകി സ്കൂളുകൾ സെലക്ട് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ. മുമ്പ് V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ കരിക്കുലം നാഷണൽ കരിക്കുലം ആയിരിക്കുമെന്നോ സ്കൂളുകൾ കേന്ദ്രം തിരഞ്ഞെടുക്കുമെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള വിഷയമാണോ എന്ന പ്രശ്നം വളരെ സ്പെസിഫിക് ആയി കോൺഗ്രസിന്റെ സ്റ്റാൻഡാണ്, ഞങ്ങൾക്കിതേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രതിപക്ഷം എത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എതിർപ്പറിയിക്കും. ഓക്കെ, ഇപ്പോൾ എതിരഭിപ്രായം അറിയിച്ചതിന് ശേഷം ഇതിന്റെ തുടർന്നുള്ള ഘട്ടത്തിൽ ഇനി എന്താണ് ഇതിന്റെ നിയമപരമായ പ്രശ്നം എന്ന നിലയിൽ ഒരു സമവായത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് പോലുമല്ല, വളരെ ഓപ്പൺ ആയിട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ എതിർപ്പറിയിക്കും എന്ന് പറഞ്ഞത് എവിടെ നിൽക്കുകയാണ്? ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡ് പൊളിറ്റിക്കലാണ് എന്ന് പറഞ്ഞത് എവിടെ നിൽക്കുകയാണ്? നിങ്ങളുടെ അണികൾ സ്വാഭാവികമായിട്ട് നിങ്ങളോട് ചോദിക്കുമല്ലോ. അല്ല അഭിലാഷ്, ഇതിൽ ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ എതിർപ്പ് അറിയിക്കില്ല എന്നല്ലല്ലോ. നമ്മൾ സമിതിയെ വെച്ച് 4 മന്ത്രിമാരുടെ മന്ത്രിസഭ ഉപസമിതിയെ വെച്ച് പഠിച്ച് അക്കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇവിടെയുള്ള പ്രശ്നം എന്താ? മുൻപിരുന്ന സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ജോൺ ബ്രിട്ടാസ് പാലമിട്ട് V ശിവൻകുട്ടി ഒപ്പിട്ട് കൊടുത്ത് സ്വന്തം ക്യാബിനറ്റിനെ അറിയിക്കാതെ, സ്വന്തം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലും മറച്ചു വെച്ച് സംസ്ഥാനത്തെ സഖാക്കന്മാരോട് കള്ളം പറഞ്ഞ് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം ചിന്താവാരികൾ മറ്റൊരു തരത്തിൽ ലേഖനം എഴുതി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പുവെച്ചു കൊടുത്ത PM ശ്രീ, ആ PM ശ്രീയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. അങ്ങനെ പുറകോട്ട് പോകാനും സാധിക്കില്ല. എങ്ങനെ പുറകോട്ട് പോകാൻ പറ്റുക? രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നുകിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പര ധാരണയോടെ പിന്മാറണം. അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒപ്പിട്ട് 1 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ പറയണം ഞങ്ങൾക്ക് ഇതുമായിട്ട് പോകാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാകണം. ഇത് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. എടുത്തിട്ടില്ല ശ്രീ ജിൻഡോ. അതാണ് അല്ല, PM ശ്രീ പദ്ധതി നടപ്പാകണമെങ്കിൽ എന്ത് വേണം? PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണ്, ഇത് ആ സ്കൂളുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് ആ ലിസ്റ്റ് കൈമാറണം. അതനുസരിച്ച് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 സ്കൂളുകൾ എന്ന നിലയ്ക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കണം. ആ സ്കൂളുകളിലേക്ക് ഫണ്ട് നൽകണം. ഇതാണല്ലോ PM ശ്രീ. ഈ PM ശ്രീ പദ്ധതി 2027 അവസാനിക്കാൻ പോവാണ്. 2026 ജൂൺ മാസം വരെ കേരളം ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കേരളം ഒരു തുടർ നടപടി എടുത്തിട്ടില്ല. ഇനി ഒറ്റ വർഷം കൂടെ ഉള്ളൂ. ആ ഒരു വർഷം കൂടി ഇതേ നില തുടർന്നാൽ ഇത് ഞങ്ങൾ മരവിപ്പിക്കുന്നു എന്നാണല്ലോ K വാസുകി കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത്, കീപ്പ് ഇൻ അബെയൻസ്. ആ നില തുടർന്നാൽ എന്തായിരുന്നു പ്രശ്നം? ഈ വെറും ഒരു വർഷം കാത്തിരിക്കാതെ അധികാരമേറ്റെടുത്ത സർക്കാർ 2 മാസം തികയ്ക്കുന്നതിന് മുൻപ് ഏറ്റവും വിവാദപരമായ PM ശ്രീയുമായി മുന്നോട്ട് പോകണമെന്ന നിർബന്ധ ബുദ്ധി എന്തായിരുന്നു? ഞാൻ ഡീലിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എന്തായിരുന്നു നിർബന്ധ ബുദ്ധി? 1 മാസം കൂടി, 1 വർഷം കൂടി ക്ഷമിക്കാലോ, PM ശ്രീയുടെ പദ്ധതിയുടെ കാലാവധി 2027 കഴിയുമല്ലോ. അല്ല അഭിലാഷ്, ഇതിലൊരു കാര്യം, VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്ര മന്ത്രിസഭയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കണ്ടിട്ട് ഒപ്പിട്ടിട്ടില്ല.
അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം പോയി ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടിട്ടില്ല. ഇതെല്ലാം ചെയ്തത് പിണറായി വിജയൻ ചർച്ച ചെയ്തതിന് ശേഷം ശിവൻകുട്ടി ഒപ്പിട്ടതാണ് PM ശ്രീ. അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ വാസുകി അയച്ച റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാനത്തെ മന്ത്രിസഭ തീരുമാനിച്ചു. താൽക്കാലികമായി നിർത്തിവെക്കാനാണ്. എപ്പോൾ വരെ? സംസ്ഥാനത്തെ സർക്കാർ ഒരു സമിതിയെ വെക്കുന്നു, ആ സമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ. ഈ കരാർ പ്രകാരം 1 മാസമാണ് സമയമുള്ളത്. സംസ്ഥാന സർക്കാർ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ 30 ദിവസം ഉണ്ടായേ. ആ 30 ദിവസത്തിനുള്ളിൽ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചിട്ടില്ല. താൽക്കാലികമായി നിർത്തിവെക്കാൻ, നടപ്പാക്കുന്നത് നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പിന്മാറുന്നു തീരുമാനിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇപ്പോഴും PM ശ്രീ പ്രോജക്റ്റ് ഓണാണ്. അതിൽ നിന്ന് ഇനി ഒരു ബാക്ക് ഔട്ട് ഇല്ല. ഒന്നാമത്തെ കാര്യം. ഒരു കാര്യം കൂടി, ആരായിരുന്നു അന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇത് പഠിക്കാൻ വെച്ചിരുന്ന സമിതി? എന്തായിരുന്നു അവരുടെ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നോ? അറിയിച്ചില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റ് ഓണാണ്. ആ പ്രോജക്ട് 2027 കഴിഞ്ഞേനെ. കേരളത്തിന് പണം കിട്ടില്ലായിരുന്നു എന്നൊഴിച്ചാൽ കേരളം ഇല്ലാതെ ആ പദ്ധതി പൂർത്തിയായനെ. 2027 അവസാനിക്കുന്ന പദ്ധതിയാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് തിടുക്കുന്നത്? ഒരു കാര്യം കൂടി അഭിലാഷേ, കേരളത്തിന് പണം കിട്ടില്ല എന്നതൊഴിച്ച് ബാക്കി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അന്ന് PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ചത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് എന്താ? കേന്ദ്ര ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കേന്ദ്ര ഫണ്ട് കിട്ടാൻ അപ്പൊ അന്ന് മാത്രം കിട്ടിയാൽ മതിയോ? പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുമ്പ് കിട്ടുന്ന വാങ്ങിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത നിലപാടാണ്. നമുക്ക് ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട്, ഞാൻ അതിഥികളിലേക്ക് വരുന്നുണ്ട്, എന്തുകൊണ്ട് ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാചകം നമുക്ക് കേൾക്കാം. ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്താണ് തടസ്സം സർക്കാർ? അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ ഈ പണം. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? ശരി, നമുക്ക് ഈ പണം വേണ്ടേ? ഈ പണം വേണ്ടേ? കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ല, നമുക്ക് ഈ പണം വേണം. അപ്പോൾ എന്തുകൊണ്ട് ഈ പദ്ധതി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഞങ്ങൾക്ക് പണം വേണം എന്നുള്ളതാണ്. ഈ ഫണ്ട് നമുക്ക് വേണം എന്നുള്ളതാണ്. ഇതേ നിലപാടാണ് അന്ന് 6 മാസം മുമ്പ് ഇടതുമുന്നണി സ്വീകരിച്ചത്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്, അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഫണ്ട് വേണം എന്നാണ് അന്ന് ശിവൻകുട്ടി പറഞ്ഞത്. ഫണ്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നിപ്പോ പറയുന്ന മുഖ്യമന്ത്രി അന്ന് അതേ വാദം പറഞ്ഞ ശിവൻകുട്ടിക്ക് കൊടുത്ത മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ്. വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെന്ന് പറയും. അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ്? ശരി, അപ്പോൾ വളരെ വ്യക്തമാണല്ലോ. ഇപ്പൊ പറയുന്നു ഫണ്ട് വേണം, പണം വേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം 6 മാസം മുമ്പ് ചോദിച്ചത് എന്താ? സറണ്ടർ ചെയ്തിട്ട് എന്തിനാ നിങ്ങൾ പണം വാങ്ങുന്നത്? എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലല്ലേ, പിന്നെ സറണ്ടർ ചെയ്തിട്ട് എന്തിന് പണം വാങ്ങണമെന്നാണ്. അപ്പോൾ അന്ന് ചോദിച്ചു എന്തിന് പണം വേണമെന്ന്, ഇന്ന് പറയുന്നു പണം അനിവാര്യമാണ് എന്നുള്ളത്. കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഒരുപാട് വ്യാഖ്യാനത്തിന് അടിസ്ഥാനമുള്ള. ശ്രീ ഷിബു മീര, ഞാൻ ഇതുപോലെ അന്ന് PMA സലാം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് KM ഷാജി വരെ പറഞ്ഞ PM ശ്രീ പദ്ധതി ഞങ്ങൾ ചുരുട്ടിക്കൂട്ടും, PM ശ്രീ പദ്ധതി ഞങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിയും, PM ശ്രീ പദ്ധതി ഞങ്ങൾ അറബിക്കടലിൽ എറിയും തുടങ്ങി പറഞ്ഞ വാചകങ്ങളൊന്നും ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല. അങ്ങനെ താങ്കളെ എംബാരസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. പക്ഷേ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞതെല്ലാം പബ്ലിക് റെക്കോർഡ്സിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ എടുത്തത് മുഴുവൻ കേൾപ്പിക്കാം. എങ്ങനെ അണികളെ അഭിസംബോധന ചെയ്യും സാർ? അണികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗ്? അഭിലാഷ്, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് PM ശ്രീ പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ എടുക്കുന്ന നിലപാട്. ആ നിലപാടിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണല്ലോ ഈ ചർച്ച പരിശോധിക്കുന്നത് അഭിലാഷ്. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ചയുണ്ടാകാൻ മൂലകാരണമായി നടന്ന സംഭവമുണ്ട്. അതിനെ മാറ്റിവെച്ചിട്ട്, ഇതിൻ്റെ പശ്ചാത്തലം മാറ്റിവെച്ചിട്ട് ഒരു ചർച്ച അസാധ്യമാണ്. PM ശ്രീ കരാറിൽ കേരളം ഒപ്പുവെക്കുമ്പോൾ ആ തീയതി ഏതായിരുന്നു? കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആ ഗവൺമെന്റിനെ നിയന്ത്രിച്ച രാഷ്ട്രീയ നേതൃത്വം ആരുടേതായിരുന്നു? മാറിയല്ലോ, ആ രാഷ്ട്രീയ നേതൃത്വം മാറി. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. PM ശ്രീ അറബിക്കടലിൽ എറിയാൻ വന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതല്ല, അവരെ ജനങ്ങൾ മാറ്റി. അഭിലാഷ്, രാഷ്ട്രീയത്തിൽ ഒറ്റ ചോദ്യത്തിനും ഒറ്റ വാചകത്തിൽ ഉത്തരവില്ല. ഞാൻ പറഞ്ഞു വരികയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഗവൺമെന്റ്, അന്നത്തെ LDF ഗവൺമെന്റ്
അത് നടപ്പാക്കിയിട്ടില്ല, സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ല. അഭിലാഷ്, ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കരുത്. ഇവർ ഒക്ടോബർ മാസം 16-ാം തീയതി 2025 ഒപ്പുവെക്കുന്നു. 22-ാം തീയതി ഒരു മന്ത്രിസഭാ യോഗം ചേർന്നു. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, CPIക്ക് പോലും അറിയില്ല. 23-ാം തീയതി വാർത്ത പുറത്തു വരുന്നു. പിന്നീട് 12-11-നാണ് ഈ പറയുന്ന കത്ത് പോകുന്നത്, വാസുകി IAS കത്ത് പോകുന്നത്. ഈ ദിവസങ്ങൾക്കിടയിൽ ഇന്ന് PM ശ്രീയുടെ പേരിൽ ഞങ്ങളുടെ രക്തത്തിന് ദാഹിക്കുന്ന ഈ ശിവൻകുട്ടി അടക്കം, ഇന്ന് നിരന്നു നിൽക്കുന്ന ഈ നേതാക്കന്മാരടക്കം അവരെടുത്ത നിലപാടുണ്ട്. ആ നിലപാട് എന്തായിരുന്നു? ആ നിലപാട് PM ശ്രീക്ക് അനുകൂലമായിരുന്നു, നിങ്ങളുടേതെതിരായിരുന്നു. ഇപ്പൊ നേരെ തിരിഞ്ഞ് ഉൾട്ടയായി. മദർ ഓഫ് ഓൾ യു ടേൺസ് എന്ന് നമുക്ക് ഇതിനെ പറയാം. മദർ ഓഫ് ഓൾ യു ടേൺസ് അന്ന് പറഞ്ഞത് നേരെ നിങ്ങൾ തിരിച്ചു വെക്കാണ്. കമ്മിറ്റഡ് ആയി പോയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേരളം കേൾക്കാണ്. അന്ന് അവർ പറഞ്ഞത് തിരുത്തി പറയുന്നെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ യു ടേൺ നടത്തുകയാണ് ഷിബു മീരാൻ. അങ്ങയുടെ വാക്ക് ഞാൻ മുഖവിലേക്കെടുക്കുന്നു അഭിലാഷ്. ഇതൊരു യു ടേൺ ആണോ അല്ലയോ എന്നതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. CPI ഇടഞ്ഞു നിൽക്കുന്നു. CPIക്ക് മുന്നിൽ 3 മാർഗങ്ങളുണ്ട്. 1, മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാം. 2, പിന്നെന്താണ്, അവർക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കാം. മാതൃഭൂമി മാത്രം പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊരു ചാനലും അമ്മ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനോഹർ പരീക്കർ വെച്ച സ്റ്റേറ്റ് ഓഫ് ഗോവ സുപ്രീം കോടതിയിൽ ഒരു കേസാണ്. ആ കേസിന്റെ പിന്നെ ലോ അനുസരിച്ച് മന്ത്രിസഭ അറിയാതെ ഇത്തരമൊരു തീരുമാനമെടുത്തതിന്റെ പേരിൽ CPIക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം. അന്ന് മാതൃഭൂമി മാത്രം പറഞ്ഞൊരു പോയിന്റ്, അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഘട്ടത്തിലെത്തിയപ്പോൾ ഇവർ പിന്മാറി. നെക്സ്റ്റ് ഇവർ കത്തയച്ചു. അഭിലാഷ് ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, അബേയൻസ്. എന്താ അർത്ഥം? ക്യാൻസൽ എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി എന്ന് മാത്രമാണ്. ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി വന്നു. ഞാൻ എത്തിക്കഴിഞ്ഞു. താൽക്കാലികമായി ഇവർ മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു മന്ത്രിസഭാ ഉപസമിതി, സഖാവ് രാജീവ്, സഖാവ് രാജൻ, പിന്നെ റോഷി, ആരൊക്കെയോ 4 പേർ. ആ മന്ത്രിസഭാ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേർന്നില്ല. ചേർന്നായി അഭിലാഷിന് അറിയാമോ? ഫ്രീസ് ചെയ്ത് വെച്ചു. ഫ്രീസ് ചെയ്തതിന് എന്തിനാണ് നിങ്ങൾ ജീവൻ കൊടുക്കുന്നത്? അടുത്ത വർഷം വരെ 2027 വരെ ആ ഫ്രീസായ ഫ്രീസറിൽ ഇരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി എന്തിനായിരുന്നു? ഫ്രീസ് ആക്കിയതിന് എന്തിന് ജീവൻ കൊടുത്തു? ഞാൻ എത്തിക്കഴിഞ്ഞു. അന്ന് എന്തിനാണ് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചോ പറഞ്ഞ ന്യായം? ഞങ്ങളിത് പരിശോധിക്കും. കരിക്കുലം നടപ്പാക്കാതെ, NEP നടപ്പാക്കാതെ ഇത് നടപ്പാക്കാൻ മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കലാണ് മന്ത്രിസഭാ ഉപസമിതി. അവരത് യോഗം ചേർന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു. ആ മന്ത്രിസഭാ ഉപസമിതി പിന്നെ യോഗം ചേരും. PM ശ്രീ എന്നൊരു വെല്ലുവിളി 2025 ഒക്ടോബർ 19-ാം തീയതി വരെ കേരളത്തിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല. ഈ കെണിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി വീഴ്ത്തിയത് LDF ആണ്. ഇപ്പൊ ഞങ്ങളുടെ മുൻപിലുള്ളത് ഹൗ ടു സോൾവ് ഇറ്റ് എന്ന ഇഷ്യൂ ആണ്. ഞങ്ങൾ ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ മുൻവിധിയോടെ കാണുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ മുൻപിൽ ഞങ്ങളെല്ലാം അടിയറവെക്കും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരും. അവരത് പരിശോധിക്കും. ഇടതുപക്ഷം കൊണ്ടുപോയി നിർത്തിയ ഈ അപകട മുനമ്പിൽ നിന്ന് കേരളത്തിന്റെ മതനിരപേക്ഷത എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന ആലോചനയിലാണ് ഞങ്ങളുള്ളത്. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്ന നടപടി തെറ്റാണ് എന്നിവിടെ ആർക്കും പറയാൻ കഴിയില്ല. കാരണം അവരെടുത്ത നടപടിയാണ് ഞങ്ങളും എടുത്തിട്ടുള്ളത്. ആവർത്തിച്ച് പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. കമ്മിറ്റഡ് ആയി ഇനി പിന്നോട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളല്ല കമ്മിറ്റഡ് ആയത്, അവരാണ് കമ്മിറ്റഡ് ആയത്. പിന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എങ്ങനെയാണ്? VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി വളരെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. എന്തുകൊണ്ട് മുന്നോട്ട് പോകണം? ഞങ്ങൾ വിവിധ മുഖ്യമന്ത്രിമാരുമായി, BJP ഇതര മുഖ്യമന്ത്രിമാരുമായി ആലോചിച്ചു, അതനുസരിച്ചൊരു കോമൺ ആയിട്ടുള്ള തീരുമാനം എടുത്തതാണ് തുടങ്ങി ഞങ്ങൾ ഇതുമായി മുന്നോട്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ മന്ത്രിസഭാ ഉപസമിതി വെച്ചിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വരാം. ശ്രീ ജേക്സി തോമസ് അത്ഭുതകരമായ ശീർഷാസന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ജാതീയതയൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു ചൊല്ലുണ്ട്, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് പറഞ്ഞതുപോലെ ഇത് സംഘപരിവാർ വൽക്കരണം എന്നൊക്കെ ആക്ഷേപിച്ചിരുന്ന ഘട്ടത്തിൽ നിന്ന് ഇപ്പോ UDF തൊട്ട് PM ശ്രീ ശുദ്ധമായ ഒരു PM ശ്രീയായി, മതനിരപേക്ഷ PM ശ്രീയായി മാറിപ്പോയതായിരിക്കും. സംശയമേതുമില്ല. കേരളത്തിൽ അല്പകാലങ്ങൾക്കിടയിൽ വന്ന വാർത്താവിന്യാസങ്ങൾ, സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ, ഈ പ്രതികരണങ്ങളൊക്കെ അല്പമെങ്കിലും ഓർമ്മക്കുറവില്ലാതെ ഓർക്കുന്ന മുഴുവൻ മലയാളികൾക്കും മുമ്പിൽ അങ്ങ് സൂചിപ്പിച്ച തരം ചോദ്യങ്ങൾ, സംശയങ്ങൾ അവ ന്യായമായും പ്രബലമായും ഉയരുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ, ഒരു മാസത്തിൻ്റെയൊക്കെ ആയുസ് എത്തുന്നതേ ഉള്ളൂ. ഈ സമയത്തിനകം എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ രാഷ്ട്രീയമായ പക്വതയുടെ അല്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കാൻ, ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തി ചോദ്യശരങ്ങൾ ചെയ്തുകൊണ്ട് സർക്കാരിനെ വിലയിരുത്താൻ നിങ്ങൾക്കെന്ന അവകാശം എന്നുള്ള ചോദ്യമൊക്കെ പല കോണുകളിൽ നിന്ന് നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉയർന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രത്യേകത എന്താണ്? നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തെ വലിയ സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രിയും സംഘവും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് കഴിഞ്ഞൊരു മാസക്കാലം മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഗവൺമെന്റിന്റെ നേതൃത്വം നൽകുന്ന UDF അത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
അതൊരു യു ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഉൾട്ടാ ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. കാരണം എന്താണ്? അത് എൻ്റെ ഒരു ആക്ഷേപമല്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു പരിഹാസമല്ല. കാരണം അധികാരത്തിൽ വന്ന ഓരോ ക്യാബിനറ്റ് കൂടുമ്പോഴും, ആഴ്ചയിൽ സാധാരണഗതിയിൽ ബുധനാഴ്ചയാണ് ഓരോ ക്യാബിനറ്റ് വരുന്നത്, ഒരു ക്യാബിനറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു നമ്മുടെ റവന്യൂ വകുപ്പിന്റെയോ മറ്റോ ചുമതലയുള്ള കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പഴയ KPCC പ്രസിഡന്റ്, ഇപ്പോഴും KPCC പ്രസിഡന്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരൻ, അവരെയൊക്കെ വിളിക്കാൻ പറ്റുന്ന കോൺഗ്രസ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള രാഷ്ട്രീയ മാന്യത വെച്ചിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഞാൻ ആ സ്കൂളിൽ നല്ല രാഷ്ട്രീയം പഠിച്ചെന്നുള്ളതുകൊണ്ട് ആ പ്രയോഗമൊന്നും ഞാൻ തിരിച്ചെടുത്ത് വെക്കുന്നില്ല. എന്തായാലും ബഹുമാനിയനായ ഭാര്യ സഹോദരനെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് ഉൾട്ടയടിച്ചു. UDF നേതാക്കന്മാരുടെ വാക്കുകേടുപെടുത്താൽ വിക്കറ്റ് നമ്പർ 1 വീണു. രണ്ടാമത്തെ ക്യാബിനറ്റ് ഇതേവരെ ഇല്ലാത്ത ഗതിയിൽ സ്പെഷ്യൽ പ്ലീഡറെ ദേവസ്വം വകുപ്പിന് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരാണ് ദേവസ്വം ബോർഡിന് വേണ്ടി തീരുമാനിപ്പിക്കപ്പെട്ട സ്പെഷ്യൽ പ്ലീഡർ? ആ സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച അമ്പലക്കള്ളന്മാർ, അമ്പലക്കള്ളന്റെ വക്കാലത്തെടുത്ത അഭിഭാഷകനെ കോൺഗ്രസുകാർ കണ്ടെത്തി അമ്പലത്തിന്റെ വക്കാലത്തേൽപ്പിച്ചു. ഇല്ലേ? ശക്തമായ ജനകീയ സമ്മർദ്ദം, പ്രതിഷേധം ഉയർന്നു വന്നു. അമ്പലക്കള്ളന്റെ വക്കീലിനെ അമ്പലത്തിന്റെ വക്കീലാക്കിയ കോൺഗ്രസുകാരുടെ കടപ്പാട് ആരോടാണ്? മംഗലാപുരം സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നു. ആര്യാടൻ പോലും കണ്ടിട്ടില്ലാത്ത ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ കോടാനുകോടി വിലമതിക്കുന്ന കാറിൽ പോയതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോഴോ ഉൾട്ടാ നമ്പർ 2, യു ടേൺ നമ്പർ 2 ഉണ്ടായി. എന്ത് ചെയ്തു? അമ്പലക്കള്ളന്റെ വക്കീലിനെ താൽക്കാലികമായെങ്കിലും കോൺഗ്രസുകാർ, നമ്മുടെ UDFകാർ കൈയൊഴിഞ്ഞു. മൂന്നാമത്തെ ഉൾട്ട ഇവിടെ എത്തിയിരിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷക സമൂഹം PM ശ്രീ എങ്ങനെ ഇവർ കണ്ടെത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത്ഭുതം. കാരണം എന്താണ്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മന്ത്രി അത് അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തിയതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സഹയാത്രികൻ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, ലീഗിന്റെ പ്രതിനിധിയായിട്ട്. മറ്റൊരു നേതാവ്, UDFന്റെ നേതാക്കന്മാർ പറഞ്ഞത് BJPയുമായിട്ടുള്ള ഡീലിനെ തുടർന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിന്റെ ഹൃദയം തകർക്കുമെന്നുള്ളതാണ്. കോൺഗ്രസുകാർ ഹൃദയം തകർത്ത, തദ്ദേശ മന്ത്രി അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തിയ, BJP ബാന്ധവത്തിന്റെ രജതരേഖയായി കോൺഗ്രസും UDFും കൊട്ടിഘോഷിച്ച ഈ PM ശ്രീ ഇപ്പോ ഒരു വിശുദ്ധ PM ശ്രീയാണ്. ലീഗിന്റെ പ്രതിനിധി സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി, ഏത് സ്കൂബ ഡൈവിംഗ് സംഘത്തെ, ലീഗിന്റെ മറ്റേ വൈറ്റ് വാളണ്ടിയർ സേനയോ അങ്ങനെ മറ്റോ ഉണ്ടല്ലോ, ഏത് വാളണ്ടിയർ സേനയെ അയച്ചിട്ടാണ് നിങ്ങളുടെ തദ്ദേശ മന്ത്രി അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തിയ RSS ബാന്ധവത്തിന്റെ രജതരേഖയായി PM ശ്രീയെ ഇപ്പൊ നിങ്ങളെടുത്ത് എങ്ങനെ തപ്പിയെടുത്തു? ലീഗിന്റെ പ്രതിനിധി സമയം കിട്ടുമ്പോ എന്ന് പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ പ്രതിനിധിക്കും പറയാം, നിങ്ങൾ ചവിട്ടിത്താഴ്ത്തിയതാണ്, നിങ്ങൾ ഹൃദയം തകർത്തില്ലാതാക്കിയതാണ്. ഹൃദയം തകർത്തില്ലാതാക്കിയ PM ശ്രീയുടെ ഹൃദയം നിങ്ങൾ ഏത് ശസ്ത്രക്രിയ ഉപയോഗിച്ചിട്ടാണ് ജീവൻ വെപ്പിച്ച് തിരികെ കൊണ്ടുവന്നത്? ആ ശസ്ത്രക്രിയയുടെ കരുത്ത് ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലിഴഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണോ അതിന് നേതൃത്വം നൽകിയത്? കോൺഗ്രസ് പ്രതിനിധി സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. പ്രശ്നം എന്താണ്? പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷം ഒപ്പിട്ടു, അതിനുശേഷം തള്ളിക്കളഞ്ഞതാണ് PM ശ്രീ. ഇടതുപക്ഷം മരവിപ്പിച്ച PM ശ്രീക്ക് ഇപ്പൊ കോൺഗ്രസും ലീഗും ചേർന്ന് ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് പ്രശ്നം. ഇടതുപക്ഷം തള്ളിക്കളഞ്ഞ, ഒപ്പിട്ട് തള്ളിക്കളഞ്ഞ PM ശ്രീയെ നിങ്ങളെടുത്ത് ശിരസിലേറ്റി വെക്കുന്നു. അതാണ് പ്രശ്നം. മൂന്നാമത്തെ ഉൾട്ടയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ 3 ഉൾട്ടകൾ സമർപ്പിച്ച, 3 യൂട്ടേൺ എടുത്ത അത്ഭുതകരമായ രാഷ്ട്രീയ മെയ്വഴക്കം, അതിന്റെ പ്രതീകമായിട്ട് കേരളത്തിലെ UDF മാറിയിരിക്കുന്നു, കോൺഗ്രസും ലീഗും മാറിയിരിക്കുന്നു. ശരി, അതാണ് CPMന്റെ ചാർജ്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, PM ശ്രീ 6-7 മാസം മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രയോഗങ്ങൾ നമ്മൾ കേട്ടു. വളരെ പ്രശസ്തയായ ഒരു സാഹിത്യകാരി പറഞ്ഞത് കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിൽ ജനിച്ച കുട്ടിയാണ് PM ശ്രീ എന്നുള്ളതാണ്. എന്തായാലും കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിൽ ഉണ്ടായിട്ടുള്ള കുട്ടി ചാപിള്ളയായി. ഇപ്പോൾ ഒരു പുതിയ കുട്ടിയുടെ ജനന വിവരം ഇങ്ങനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ നടപടിക്രമങ്ങളെ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ഇത്തവണ ശരിക്കും കുട്ടി ജനിക്കുവോ? PM ശ്രീ കേരളത്തിൽ നടപ്പാവുമോ? അഭിലാഷേ, സാധാരണ ഈ സൂപ്പർ പ്രൈം ടൈമിലെ ചർച്ചയിൽ തൻ്റെ കൊടുവാൾ മൂർച്ചയുള്ള വാക്ശരങ്ങൾ കൊണ്ട് രാഷ്ട്രീയ രംഗത്തുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ അങ്ങ് എന്താ പറയുക, അസ്ത്രപ്രജ്ഞനാക്കുന്ന അഭിലാഷ് ഒരുപക്ഷെ ഇന്ന് ഉടുമുണ്ടഴിഞ്ഞു കിടക്കുന്ന 2 മുന്നണി നേതാക്കന്മാരോടും വളരെ മയത്തിൽ സംസാരിക്കുന്നത് താങ്കളുടെ മനുഷ്യത്വപരമായൊരു സമീപനമായിരിക്കാം. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ് അഭിലാഷേ. നോക്കൂ, കേരളത്തിൽ ഇന്ന് ഇവിടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്ന 2 മുന്നണികൾ, ഞങ്ങൾ പറയും അവരൊരു മുന്നണിയുടെ 2 വശങ്ങളാണ് എന്ന്. ഈ 2 കൂട്ടരും കേരളത്തിലെ പൊതുജനത്തോട് കാണിക്കുന്ന മാപ്പർഹിക്കാത്ത കൊടിയ ചതിയുടെ ഒരു നേർമുഖമല്ലേ നമ്മൾ കാണുന്നത്? തങ്ങൾ ഇത്രയും കാലം ആലോചിച്ചെതിർത്ത കാര്യങ്ങൾ, അതൊക്കെ അഥവാ വിസർജ്യ വസ്തുക്കൾ തിരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയും കഴിച്ച് ഉച്ഛേച്ഛമാക്കുകയും ചെയ്യുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ തൊടുന്യായങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്?
ഞാൻ തിരിച്ചു ചോദിക്കും, അല്ല ജിൻഡോ ജോൺ, ഈ കരാറിൽ ഈ PMC പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ട കൂട്ടത്തിൽ അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? അത് മറ്റൊരു BJP സർക്കാർ ഒപ്പിട്ട ശേഷം പിന്തുടർന്നതല്ലല്ലോ. 2023 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ വിദ്യാഭ്യാസ പരിഷ്കാരത്തോടും ഗുണമേന്മ വർധനവിനോടും ഈ അശോക് ഗെഹ്ലോട്ട് സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് PMC പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന എവിടെയാണ്? നോക്കൂ, ഒരു കാര്യം സത്യമല്ലേ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ധാരണാപത്രം മാത്രമല്ലേ അഭിലാഷേ? അതിനൊരു നിയമപരമായ പരിരക്ഷയുണ്ടോ? 3 വർഷക്കാലം തലനാരിഴ കീറി പരിശോധിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് അത് 8 മടക്കി ചുരുട്ടി പോക്കറ്റിലിട്ട് ചെറിയ അറിയാതെ വാസുകിയെ കൊണ്ടുപോയി ഒപ്പിടുവിച്ചു. യാതൊരു കുറ്റബോധവും മനസാക്ഷി കുത്തുമില്ലാതെ ഇത് കേരളത്തിന് പ്രയോജനകരമാണ് എന്ന ധാരണയിൽ തന്നെയല്ലേ PMCക്ക് എന്താണ് കുഴപ്പമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്? എതിർപ്പ് വന്നു. ഇവിടെ എൻ്റെ സുഹൃത്ത് പറയുന്നത് കേട്ടു, ഞങ്ങളത് ഇല്ലാതാക്കിയെന്ന്. അതിൻ്റെ രേഖകൾ നമ്മുടെ മുമ്പിലില്ലേ അഭിലാഷേ? എന്താണ് വാസുകി കൊടുത്ത കടലാസിൽ പറയുന്നത്? ഞങ്ങൾ വി കെപ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഇൻ അബയൻസ്, റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടില്ല മിസ്റ്റർ. ഞങ്ങൾ താൽക്കാലികമായി ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയൊക്കെ ഒന്ന് പരിശോധിച്ച് പഠിച്ച് നന്നാക്കി കുളിപ്പിച്ച് കുട്ടിയൊക്കെ ഒന്ന് മിനുക്കിയെടുത്തിട്ട് ഞങ്ങൾ നടപ്പിലാക്കാം. അതുവരെ ഞങ്ങൾക്കൊന്ന് അവസരം തരണം. വേറൊരു കൂട്ടർ പറഞ്ഞു, ഇത് നരേന്ദ്രമോദിയുടെ കാവ്യവൽക്കരണമാണ്, RSS വൽക്കരണമാണ്. പക്ഷെ ഇന്ന് ഇരു കൂട്ടരും സമ്മതിക്കുകയല്ലേ അഭിലാഷേ? ഇത് കേരളത്തിന് ഗുണകരമായ പദ്ധതിയാണ് എന്നത് കൊണ്ടല്ലേ? മറിച്ച് ഞാൻ ചോദിക്കുന്നത്, എന്ത് നിയമപരമായ പരിരക്ഷയാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉള്ളത്? ഒരു കൊല്ലം കൂടി കാത്തിരുന്നിരുന്നെങ്കിൽ എന്ത് നഷ്ടമാണ് കേരളത്തിന് വരാൻ വേണ്ടി പോകുന്നത്? ഈ കഴിഞ്ഞ 3 കൊല്ലം ഉണ്ടായതിനപ്പുറത്തേക്ക് ഒന്നും കേരളത്തിന് വരാനില്ലല്ലോ. പകരം അഭിലാഷ വസ്തുതകൾ കൂടി പരിശോധിക്കണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചെറുമകൻ എവിടെയാണ് അഭിലാഷ പഠിക്കുന്നത്? നാലാഞ്ചിറയിലെ സ്കൂളിലല്ലേ? ആ സ്കൂളിൽ പിന്തുടരുന്ന സിലബസ് ഏതാണ്? മുൻ മുഖ്യമന്ത്രിയുടെ അവിടെ ഇത് കേരള സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്? അഭിലാഷ്, ഒരു ചോദ്യവും കൂടെ. കേരളത്തിലെ നവോദയ വിദ്യാലയങ്ങളിൽ, കേരളത്തിലെ സെൻട്രൽ സ്കൂളുകളിൽ എത്ര മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും മക്കൾ പഠിക്കുന്നുണ്ട്? അവർ പിന്തുടരുന്ന പാഠ്യപദ്ധതി ഏതാണ്? അവരുടെ കുട്ടികൾക്ക് ഇത് ദോഷകരമല്ലാതെ അവർ പിന്തുടരുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ വിദ്യാഭ്യാസം ഇത്തരം ഉന്നതതരമായ മേന്മയുള്ള വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ ഗതിയില്ലാത്ത പാവപ്പെട്ട കേരളത്തിലെ മാർക്സിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും മക്കളെ പഠിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ദുർവാശിയല്ലേ അഭിലാഷ ഈ കാണിക്കുന്നത്? ഇവർ എന്തിന്റെ പേരിലാണ് ഇപ്പൊ ലിസ്റ്റ് കൊടുത്തില്ല എന്ന് ആരോ മേന്മ പറയുന്നത് ഞാൻ കേട്ടു. ലിസ്റ്റ് കൊടുത്താൽ എന്താ അഭിലാഷ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ വരും. ശരി, അല്ല നമുക്ക് അതിന്റെ എന്തുകൊണ്ട് PMC എന്നുള്ളതൊക്കെ നമുക്ക് ശരി, നമുക്കത് അടുത്ത റൗണ്ടിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പോ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം ശരിയാണ്. ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU ഒപ്പുവെച്ചിട്ടുണ്ട്. 2027 വരെ അതിന്റെ കാലാവധിയുള്ളൂ. അപ്പൊ ഇപ്പൊ സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് സ്വാഭാവികമായും 2027 ആ MOUവിന്റെ കാലാവധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ PMC പദ്ധതിയുടെ കാലാവധി കഴിയുമ്പോൾ അത് ഇല്ലാതാവും. അതല്ലാതെ PMC നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരെയും പിടിച്ച് വെടിവെച്ചു പോലൊന്നുമല്ല. ഏതാണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള മറ്റുള്ള പ്രതീതി ഞങ്ങൾക്ക് നിർബന്ധിതമായി പോയി, വേറെ വഴിയില്ല കേട്ടോ, നിർബന്ധിതമായി പോയി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ നിലപാടുകൾ മാറുന്നത്? CPM-നും CPI-ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നിലപാട് മാറ്റിയാണ്, വളരെ കൃത്യമായി സുവ്യക്തമായി പ്രഖ്യാപിച്ച രാഷ്ട്രീയ നിലപാട് മാറ്റിയാണ് അവർ PMCയിൽ ഒപ്പിട്ടത്. അന്നത്തെ പ്രതിപക്ഷം അതിനെ ചോദ്യം ചെയ്തു. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് മാറിയത് എന്ന് ചോദിച്ചു. സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഈ നിലപാട് എടുക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ ചോദ്യം അവരോടും പ്രസക്തമായി ചോദിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഇല്ലേ? രാഹുൽ ഗാന്ധി ഈ നിലപാട് എടുക്കുന്ന ആളാണോ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ നിലപാടിന് കൂട്ടുനിൽക്കുന്ന ദേശീയ നേതൃത്വമാണോ എന്ന ചോദ്യം സംഗതമാണ്. അപ്പോൾ രാഷ്ട്രീയ നിലപാട് മാറിയത് ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണോ എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അതുപോലെ ഇപ്പോൾ രാഷ്ട്രീയ നിലപാട് മാറിയത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കാം. ആദ്യം അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേൾക്കാം. സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവയ്ക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സമ്മതിക്കില്ല. MA ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ്. അതുപോലെ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ. സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ CPM അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയം ഇല്ല ഇക്കാര്യത്തിൽ.
നയമില്ലേ? സീതാറാം യെച്ചൂരിയാണെങ്കിൽ നടക്കില്ലായിരുന്നു, ഒപ്പുവെക്കില്ലായിരുന്നു. അദ്ദേഹം ചോദ്യം ചെയ്തത് അല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞത്. ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ അതല്ലല്ലോ. 10-ാം തീയതി ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത്. അത് പറഞ്ഞേ മതിയാവും. അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം. ആരാ ബ്ലാക്ക് മെയിൽ ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക് മെയിൽ ചെയ്തു? ഇതേ വാചകങ്ങൾ ശ്രീ ജിൻഡോ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാറിയത്? നേരത്തെ വി ഡി സതീശൻ പിണറായി വിജയനോട് ചോദിച്ചില്ലേ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാറിയത്? സീതാറാം യെച്ചൂരി ആയിരുന്നെങ്കിൽ ഇത് സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ശരി, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാറിയത്? ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? അദ്ദേഹം ചോദിച്ചു എന്തോ ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടാണോ നിലപാട് മാറ്റുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലപാട് എന്തുകൊണ്ടാണ് മാറ്റിയത്? അല്ല, ഞങ്ങളുടെ നിലപാട് മാറിയിട്ടില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടല്ലോ. എന്താ മാറിയിട്ടുള്ളത്? PM ശ്രീ തുടരുക എന്ന നിലപാടെടുത്തല്ലോ. PM ശ്രീയിൽ തുടരുക വഴിയില്ല എന്ന് പറഞ്ഞല്ലോ. തുടരുക എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അത് പഠിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തുടരാൻ ഞങ്ങൾ വേറെ വഴിയില്ല, തുടരാൻ നിർബന്ധിതമാവുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ തുടരാൻ തീരുമാനിച്ചു എന്നാണ്. അല്ലല്ല, തീരുമാനിച്ചു എന്ന് വാക്ക് പറഞ്ഞാൽ മാത്രമേ തീരുമാനിച്ചു എന്നാവുള്ളൂ. വാക്ക് പറഞ്ഞില്ല. പറയട്ടെ, തുടരാൻ നിർബന്ധിതമാണ്. എന്താ ഇത് നമ്മൾ ചാല മാർക്കറ്റിൽ നിന്ന് അരിയും പച്ചക്കറിയും മേടിക്കുന്ന പോലെയല്ലല്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്, ആ കരാറിൽ നിന്ന് സൗകര്യം പോലെ അങ്ങ് മാറാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഇത് പിന്മാറാനായിരുന്നു അന്നത്തെ CPM സർക്കാർ LDF സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് പിന്മാറിയില്ല? 1 മാസത്തിനുള്ളിൽ തീരുമാനിക്കാമായിരുന്നല്ലോ. അപ്പം ഞാൻ അഭിലാഷ് അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ജയിക്കിനോട് 2-3 കാര്യം ചോദിക്കാനുണ്ട്. ജയിക്ക് പറയുന്ന കേട്ടാത്തൊന്നും VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം വന്ന് നേരെ അങ്ങ് ഒപ്പിട്ട് കൊടുത്താന്ന് ജയിക്ക് പറഞ്ഞതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഒപ്പിട്ട് തള്ളിക്കളഞ്ഞെന്ന്. എന്തിനാ ജയിക്കുക വെറുതെ ഒപ്പിട്ടിട്ട് തള്ളിക്കളയണം? അല്ലാതെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാ ഒപ്പിട്ടിട്ട് തള്ളാൻ പോകുന്നേ? നിങ്ങൾ അന്ന് ഒപ്പിട്ടിട്ട് ഈ തള്ളു മുഴുവൻ നടത്തിയത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഗതികേടിലെത്തിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മോശപ്പെട്ടതാണ് PM ശ്രീ എന്ന് പറയുന്നു. മോശപ്പെട്ട PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് പിറ്റേ ദിവസം ചിന്താവാരികയിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ലേഖനം എഴുതി താങ്കൾ വായിച്ചിരുന്നോ? അതിനുശേഷം 22-ാം തീയതി നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു? മുന്നണിയോട് മറച്ചു വെച്ചു. അവര് നിലപാട് മാറ്റി സമ്മതിച്ചു. ശിവൻകുട്ടി നിലപാട് മാറ്റി അങ്ങോട്ട് ഇത് ഒപ്പിട്ടു. അപ്പൊ VD സതീശൻ ചോദിച്ചു എന്താ നിങ്ങൾ നിലപാട് മാറ്റിയത്? വല്ല ബ്ലാക്ക് മെയിലിംഗ് നടന്നു? നിങ്ങളും നിലപാട് മാറ്റിയപ്പോ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണ്? നടന്നത് അവര് നിലപാട് മാറ്റിയെന്ന് അഭിലാഷ് പറഞ്ഞാൽ പോരാ, ജയിക്ക് പറയണം. ജയിക്ക് ബാക്കി ഇപ്പോ ഈ 10-25 ദിവസമായ ഗവൺമെന്റിനെ ആക്ഷേപിക്കുമ്പോ എന്തിനാണ് ഒപ്പിട്ട് തള്ളുന്നത്? വെറുതെ ഇരുന്ന് തള്ളാതെ ഒപ്പിടാതെയും തള്ളാമായിരുന്നു. ഒപ്പിട്ട് തള്ളി. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളന്ന് ഒപ്പിട്ട PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങളന്ന് ക്യാബിനറ്റിനെയും മുന്നണിയെ മറച്ചു വെച്ച PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങൾ ഈ നാട്ടിലെ സഖാക്കന്മാരെ മുഴുവൻ പറ്റിച്ച് ഒളിച്ചു കടത്തിയ PM ശ്രീ നല്ലതായിരുന്നോ? ജോൺ ബ്രിട്ടാസ് പോയി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് പാലമിട്ട് നടപ്പാക്കാൻ കൊണ്ടുവന്ന PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങൾ കൊണ്ടുവന്ന PM ശ്രീ തുടരണമോ വേണ്ടയോ എന്ന് നിയമപരമായ ബാധ്യതയെക്കുറിച്ച് പഠിക്കാനാണ് ഇന്നത്തെ ഗവൺമെന്റ് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് അല്ല. നിങ്ങൾ കൊണ്ടുവന്ന നിയമപരമായ ബാധ്യതയെക്കുറിച്ച് പഠിക്കാനാണ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇത് ഒപ്പിടാൻ പോയത് ആരാന്നറിയോ? RSS ഗവർണർമാരില്ലാതെ അത്താഴവും പ്രാതലും കഴിക്കാൻ പറ്റാത്ത അസ്ഥിരയുള്ള പിണറായി വിജയൻ 10-ാം തീയതി 2025 ഒക്ടോബർ മാസം 10-ാം തീയതി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം 6 ദിവസത്തിന് ശേഷമാണ് ഇത് ഒപ്പിട്ടത്. നരേന്ദ്രമോദിയും VD സതീശൻ കണ്ടിട്ട് ഇപ്പോ 20 ദിവസമായോ? അവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? അല്ല, അവര് പറഞ്ഞോട്ടെ. പിണറായി വിജയൻ അമിത്ഷായെയും പിന്നെ അദ്ദേഹത്തെയും കണ്ട് നരേന്ദ്രമോദിയെയും കണ്ടു വന്നതിന് ശേഷം ഒപ്പിട്ടാലും VD സതീശൻ രണ്ടുപേരെയും കണ്ടു വന്ന് ഒപ്പിട്ടാലും രണ്ടും ഒന്നല്ലേ? അല്ലല്ല, VD സതീശന്റെ മകളെ മറ്റേ മാസപ്പടി വാങ്ങിയ കേസിൽ ED ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നില്ല. അതുകൊണ്ട് VD സതീശൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. VD സതീശന്റെ മടിയിൽ കനമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അഭിപ്രായം പറയാം. ഇവിടെ UDF നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് IT കമ്പനി തുടങ്ങിയിട്ട് മാസപ്പടി വാങ്ങി എന്റെ അന്വേഷണം നേരിടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെന്നേ. ആ നിർമ്മല സീതാരാമനുമായിട്ടുള്ള ചർച്ച നടത്തിയില്ലേ KV തോമസിന് പുട്ടും കടലയും കൊടുത്തിട്ട്? ആ ചർച്ചയിൽ എന്താ സംസാരിച്ചത്? അതറിയണ്ടേ? അമ്പലക്കള്ളന്റെ വക്കീലിനെ UDF സർക്കാർ വന്നപ്പോൾ പ്ലീഡറാക്കി വെച്ചു. തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ തിരുത്തി. അയാൾ ഒരു കേസ് പോലും നോക്കുന്നതിന് മുമ്പ്, ഫയൽ ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് തിരുത്തി. ഞാൻ ചോദിക്കട്ടെ, അമ്പലക്കള്ളനായിട്ടുള്ള പത്മകുമാറിനെതിരെ ഇപ്പോഴും തഴുകി തലോടി നടപടി എടുക്കണോ വേണ്ടയോ എന്ന് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി കട്ടം ചായം മറ്റേ പരിപാടി വെച്ച് ആലോചിക്കുന്ന പാർട്ടിയാ. ഇനി ഒരു കാര്യം കൂടി, UDFിലെ വിക്കറ്റ് വീഴ്ചയെ കുറിച്ച് നടക്കുന്ന ജയിക്ക് ആദ്യം ഈ PM ശ്രീയിൽ ഒപ്പിട്ടതോടുകൂടി ക്ലീൻ ബൗൾഡ് ആയിട്ട് ഓൾ ഔട്ട് ആയ CPM-ന്റെ ആ ചരിത്രം ഒന്ന് വായിച്ചേ. ആരാ ഒപ്പിട്ടത്? ശരി, ആ ഒപ്പിട്ട CPM ക്ലീൻ ബൗൾഡായി. ആ ക്ലീൻ ബൗൾഡായ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് UDF അത് തുടരുന്നതെന്ന് ചോദിക്കണം. ഇടവേളയ്ക്ക് ശേഷം മാത്രം.
ചർച്ചയിലേക്ക് ശ്രീ ജേക്സ് തോമസ്, PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ CPM എതിർക്കുന്നുണ്ടോ? CPM എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? നോക്കൂ, എന്തുകൊണ്ട് PM ശ്രീ എന്ന് വളരെ കൃത്യമായി വി ശിവൻകുട്ടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തത് കൊണ്ട് സർവ്വശിക്ഷാ അഭിയാന്റെ SSKയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ 2021 മുതൽ 1171 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട്. ഇതിൽ ഒപ്പിട്ടാലേ ആ പണം കിട്ടൂ. ആ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒപ്പിട്ടത്. അന്ന് ശിവൻകുട്ടി പറഞ്ഞ ഒരു വാചകം, നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് വരെയും സഹായം മുടങ്ങാണ്. അപ്പോൾ അവിടുന്ന് ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്കൂളുകളെയും അവിടെ പഠിക്കുന്ന കുട്ടികളെയും സഹായിക്കാം. അതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ നമുക്കറിയാം, അത് ഇവിടെ പറഞ്ഞതുപോലെ അബയൻസിൽ വെക്കേണ്ടി വന്നു. ഇപ്പോൾ UDF കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഫണ്ട് കിട്ടണം എന്ന താല്പര്യത്താൽ അത് ഇട്ട ആ സംഗതി മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അല്ല, അത് പ്രസക്തമായ ചോദ്യമാണ്, അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒപ്പിടുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നം PM ശ്രീ സ്കൂളുകൾ നടപ്പിലാക്കി വിരലിലെണ്ണാവുന്ന ഏതാനും ചില ഡിജിറ്റൽ ക്ലാസ് മുറികൾ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നില്ല നമ്മളുടെ മുമ്പിൽ. കാരണം എന്താണ്? കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപത്തെ തുടർന്ന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ശിരസ്സുയർത്തപ്പെട്ട സർക്കാർ സ്കൂളുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ നീക്കിബാക്കി. ലീഗും കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തിന്റെ പ്രത്യേകതകളെയല്ലോ, ഞാൻ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം കിട്ടാത്തത് എന്ത് എന്ന് ഇവിടെ ഇരിക്കുന്ന ലീഗിന്റെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അത് ഓണം നേരത്തെ വന്നുകൊണ്ടാണ്, ഇല്ല കളി മാറിയേനെ എന്ന് പറഞ്ഞ അത്ഭുതകരമായ രാഷ്ട്രീയ സംഭാവനകൾ ലീഗും കോൺഗ്രസും നൽകിയ കാലമുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടു. അന്നത്തെ ഞങ്ങളൊരു സമരം ഒറ്റവാചകത്തിൽ പറയാം. മലാപ്പറമ്പ് സ്കൂളിന് മുമ്പിലുണ്ടായിരുന്ന സമരത്തിന്റെ പ്രത്യേകത, സമരമൊഴിഞ്ഞ രാത്രികളുടെ മറവിൽ ബുൾഡോസർ ഉപയോഗിച്ച് സ്കൂൾ ഇടിച്ചു നിരത്തി. യോഗിയുടെ UP യിലല്ല, നമ്മുടെ ഹിറ്റ്ലർ ആരാധകനായ രേവന്ത് റെഡ്ഡിയുടെ നാട്ടിലല്ല, ഈ കേരളത്തിൽ ലീഗും കോൺഗ്രസും സമഞ്ജസമായി വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തപ്പോൾ അന്നത്തെ ഏറ്റവും ഒടുവിലത്തെ ഉൽപ്പന്നം എന്തായിരുന്നു? സമരമൊഴിഞ്ഞ രാത്രികളുടെ മറവിൽ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. കുട്ടികൾ പേടിച്ച് ജീവനം കൊണ്ട് ഓടി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്. അത് തിരുത്തി എഴുതി. എങ്ങനെ തിരുത്തി എഴുതി? ഒരാളുടെയും ആശീർവാദവും ആനുകൂല്യവും ഇല്ലാതെ കേരളം പടുത്തുയർത്തിയ കരുത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറി, ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കപ്പെട്ടു, AI റോബോട്ടുകൾ മുതൽ ഡിജിറ്റൽ ക്ലാസ് മുറികൾ വരെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോഴോ സമീപ ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ സ്കൂളിൽ നിന്ന് TC വാങ്ങി കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചേർന്നു. ആയിരക്കണക്കിന് അധ്യാപകർക്ക് പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടു, ജോലി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കിട്ടി, ഇല്ലേ? പക്ഷെ പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം PM ശ്രീ എന്ന കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെന്റ് തറവാട്ടു സ്വത്ത് പോലെ ജനങ്ങളുടെ നികുതി പണം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അതിൽ പരിമിതികൾ നേരിട്ടു. അവിടെയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളടക്കം സർവശിക്ഷ അഭിയാന്റെ ഭാഗമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന SSKയുടെ ആയിരക്കണക്കിന് കോടി രൂപ യൂണിയൻ ഗവൺമെന്റിന്റെ താൽക്കാലിക രാഷ്ട്രീയ അധികാരത്തിന്റെ മറവിൽ RSS പിടിച്ചു വെച്ചു. ഇതായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഒപ്പിടേണ്ടതായി വന്നത്. പിന്നീട് LDFന്റെ രാഷ്ട്രീയ തീരുമാനവും പൊതുജന സമ്മർദ്ദവും ഉയർന്നു വന്നപ്പോൾ ആ ഒപ്പിട്ടതിൽ നിന്ന് പിൻവാങ്ങി, ഇല്ലേ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കത്തിലെ പ്രസക്തമായ വാചകം എല്ലാവരും കോട്ട് ചെയ്തു, ഇല്ലേ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ MOU ഇൻ അബയൻസ്, അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ചില പ്രതികരണങ്ങൾ കേട്ടല്ലോ. അന്ന് ഇടതുപക്ഷം കാണിച്ച മരവിപ്പിച്ചു എന്നെങ്കിലും പറയാൻ, കെപ്റ്റിൻ അബയൻസ് എന്നെങ്കിലും പറയാനുള്ള നട്ടലിന്റെ വലിപ്പം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ലീഗുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുകയും മണ്ണിൽ കുഴിച്ചു മൂടുകയും ചെയ്യുമെന്ന് മാറി മാറി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് കടലിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്ന് മാത്രമേ ജനങ്ങൾ ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് മറുപടി എന്താണ്? ചിന്താവാരികയാണ്. നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, ചിന്താവാരികയും EMSുമാണ്. സാക്ഷാൽ ശിവൻകുട്ടിയും ഇടതുപക്ഷവുമാണ് ഞങ്ങൾക്ക് മാതൃക. ഭരണാനന്തരം ഇടതുപക്ഷമാണ് ഞങ്ങളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധികൾ വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കെപ്റ്റൻ അബയൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ തന്റെ ഇടമുണ്ടോ? അതില്ല. അതില്ല എന്ന് വെച്ചാൽ പറയുന്നു ഇനിയും നടപ്പിലാക്കുമെന്ന് ചോദിക്കുമ്പോഴോ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പുറത്തുപോയ 10 KSU കുട്ടികളോട് പറ, നാളെ വിദ്യാഭ്യാസ ബന്ധോ സമരോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ എടുത്ത് ചാടല്, ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. KSUക്കാർക്ക് മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിൽ ബാക്കി എതിരായിട്ടുള്ള മലയാളികൾ നമ്മൾ മനസ്സിലാക്കി കൊള്ളണമെന്നാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോഴോ പിണറായി വിജയന്റെ മകൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ഞാൻ തിരികെ ചോദിക്കട്ടെ. മംഗലാപുരത്ത് അദാനിയുടെ എച്ചിലിട്ട കാശും വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചാളയും ചോറും തിന്ന പാരമ്പര്യം ആരുടേതാണ്? അതിനെ സംബന്ധിച്ച് പറയാൻ ഇതുണ്ടോ? ED എന്ന പേര് കേട്ടുമ്പോ കരഞ്ഞുകൊണ്ട് പോയി BJPയിൽ ചേർന്ന അശോക് ചൗഹാൻ
പറഞ്ഞത് ഈ ചർച്ച ചെയ്തിരിക്കുന്ന കോൺഗ്രസ് നേതാവല്ല, ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റാണ്. എന്തുകൊണ്ട് അശോക് ചൗഹാൻ BJP പോയി? അത് ED വീട്ടിൽ വന്നപ്പോ എനിക്ക് നിവർത്തിയില്ല, കരഞ്ഞു നിലവിളിച്ച് BJP പോയി. ആ DNA ഉണ്ടല്ലോ നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ ഇല്ല. CBIയും പലതും വന്നു. ഏതെങ്കിലും 10 കോൺഗ്രസ്സുകാരെ കാണിച്ചു തരാമോ? അതിനു മുമ്പിൽ കീഴടങ്ങാത്ത രാഷ്ട്രീയ നിശ്ചയദാർഢ്യമുള്ള ആളുകളായിട്ട് എവിടെയുമില്ല. മരുന്നിന് പോലും മരണമില്ല. അതാണ് ED നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴും ED CPM-കാരുടെ വീട്ടിൽ വരുമ്പോഴുള്ള വ്യത്യാസം. അതാണ് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് RSSന്റെ ആഫീസിൽ പോയി ക്യൂ നിൽക്കില്ല. ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലഴയില്ല. ആ സ്കെയിൽ എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ അളക്കാൻ ദയവായി അങ്ങ് വരണ്ട. ശരി, ഓക്കെ, നമുക്ക് ആ വിഷയം വിട്ടിട്ട് ശ്രീ ഷിബു മീരാൻ, ഇപ്പോ UDF നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത് വേറെ നിർവാഹമില്ല, നിർബന്ധിതമായി പോയി എന്നാണ്. എന്താ വേറെ നിർവാഹമില്ലായ്മ? എന്തായി നിർബന്ധിതമായിട്ടുള്ള കാര്യം? എന്ത് ലീഗൽ ലയബിലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്? ഒരു MOU ആണ് ഒപ്പിട്ടിരിക്കുന്നത്, ഒരു ധാരണാപത്രം. ആ ധാരണാപത്രത്തിൽ 2 കക്ഷികളും അവരവരുടെ ഒബ്ലിഗേഷൻസ് പാലിച്ചില്ലെങ്കിൽ ആ ധാരണാപത്രത്തിന്റെ കാലാവധി കഴിയുമ്പോൾ അത് ഇല്ലാതായി മാറും എന്നുള്ളതിനപ്പുറത്ത് എന്താ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് കേരളത്തെ പിരിച്ചുവിടുവോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കുവോ? ഒന്നും ചെയ്യില്ലേ. എന്താ ഞങ്ങൾ നിർബന്ധിതമാകുന്നു എന്ന് പറയുമ്പോൾ എന്ത് നിർബന്ധത്തിന്റെ കാര്യമാണ്? അല്ല അഭിലാഷ്, അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഞാൻ എൻ്റെ ചർച്ചയിൽ ആദ്യം എനിക്ക് അനുവദിക്കപ്പെട്ട സമയം PM ശ്രീ എന്ന വാക്കല്ലാതെ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ താങ്കൾ അതിനിടയിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറയുമ്പോഴും താങ്കളുടെ ഒന്ന് രണ്ട് പരിഭവം പറയല്ല, അങ്ങനെ ഉണ്ടായി. ഇവിടെ വലിയൊരു പ്രഭാഷണം ഞാൻ കേട്ടു. ഞങ്ങൾ പാഠപുസ്തകം കൊടുത്തു എന്നാണ്. ഇവിടെ ഈ ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ പാഠപുസ്തകം അച്ചടിക്കുന്ന തമിഴ്നാട്ടിലെ കമ്പനിക്ക് പണം കൊടുക്കാത്തതിന്റെ പേരിൽ പാഠപുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കാതെ വന്നപ്പോൾ താങ്കൾ ഇവിടെ ഇരുന്ന് പരിഹസിച്ച ലീഗിന്റെ മന്ത്രി താല്പര്യമെടുത്ത് കൊടുത്ത പാഠപുസ്തകം കൊണ്ടാണ് ഇപ്പൊ കേരളത്തിലെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത് എന്ന് അങ്ങ് മറന്നു പോകണ്ട. നിങ്ങൾ ഈ കോടികൾ കെട്ടിപ്പടുത്ത ഈ AI വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയോ? ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾ, ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് മാത്രം പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പാവപ്പെട്ട മക്കൾ, അവരുടെ പണം കൊടുക്കാതെ കോടികൾ ചെലവാക്കി കേരളത്തിന്റെ റോഡിന്റെ ഇരുവശത്തും ആ മനുഷ്യന്റെ ചിരിക്കുന്ന മുഖം വെച്ചിട്ട് മറ്റാരുണ്ട് ഞാനല്ലാതെ എന്ന അഹങ്കാര വർത്തമാനം പറഞ്ഞപ്പോഴാണ് 3 കൊല്ലത്തോളം ഒപ്പിടാതെ തള്ളിയ നിങ്ങൾ, 2 കൊല്ലം ഒപ്പിട്ട് തള്ളിയ നിങ്ങൾ തള്ള അവസാനിപ്പിച്ചിട്ട് പോയിക്കോ എന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം താങ്കൾ ആവേശത്തോടെ ഇവിടെ കിടന്ന് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ. ഒരു യൂട്ടേൺ എടുത്തിട്ടില്ല ഇവിടെ CPM-ന്റെ പ്രതി, മനസ്സിലാക്കിക്കോ. നിങ്ങളൊരു വണ്ടി തള്ളിക്കൊണ്ടുവന്നു, ആ വണ്ടി അവിടെ ഇട്ടു, നിങ്ങളത് ടെർമിനേറ്റ് ചെയ്തില്ല, നിങ്ങളത് ക്യാൻസൽ ചെയ്തില്ല. അതിലേക്കല്ലേ വരുന്നത്. അഭിലാഷ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നത്. അഭിലാഷ് അങ്ങയുടെ ചോദ്യം ഞാൻ കേട്ടു, ഞാൻ അതിന്റെ മറുപടിയാ പറയുന്നത്. ഇവർ ചെയ്ത നടപടി എന്താ ചെയ്ത്? മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കി, യോഗം ക്യാൻസൽ ചെയ്തില്ല. ഞങ്ങൾ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ മന്ത്രിസഭാ സമിതി യോഗം ചേരും, ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യും. അല്ലാതെ തുടരുമെന്നോ നടപ്പാക്കുമെന്നോ ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? താങ്കൾ നിരന്തരം ചോദിക്കുകയാണ് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും, എന്ത് അജണ്ട RSS മുന്നോട്ട് വെച്ചാലും നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശിവൻകുട്ടി, NEP-യോടുള്ള ഞങ്ങളുടെ നിലപാട് മാറി എന്ന് പറയുന്ന അഭിലാഷ് കേട്ടിട്ടില്ലേ? കേരളത്തിൽ ആ ന്യായീകരണത്തിന് 5-6 ദിവസം ഉണ്ടല്ലോ ഈ കത്തയക്കുന്നതിനിടയിൽ. അതിന് ശിവൻകുട്ടി പറഞ്ഞില്ലേ NEP-യോടുള്ള നിലപാട് ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലും വർത്തമാനം സതീശൻ പറഞ്ഞോ? ഞങ്ങൾ നിർബന്ധിതരാണ് എന്ന് ആവർത്തിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റിലെ 2ാമത്തെ പ്രമുഖ വ്യവസായ മന്ത്രിയും പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്താണ്? തുടരാൻ ഞങ്ങൾ നിർബന്ധിതരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നോക്കൂ ഷിബു മീരാൻ, ഇപ്പൊ UDF എന്ന് പറയുന്ന സംവിധാനം അധികാരത്തിലെത്തിയത് UDF-ലെ പാർട്ടികളുടെ അണികൾ മാത്രം വോട്ട് ചെയ്തിട്ടല്ലല്ലോ. കേരളത്തിന്റെ പൊതുസമൂഹം നിങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ അധികാരത്തിലേറ്റിട്ടുള്ളത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന എത്രയോ ജനവിഭാഗങ്ങളുണ്ട്. ഇപ്പോ ഈ 1000 കോടിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ 1000 കോടിയുടെ കാര്യം നേരത്തെ ശിവൻകുട്ടി പറഞ്ഞപ്പോ എന്താ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത്? അങ്ങനെ സറണ്ടർ ചെയ്തിട്ടുള്ള പണം നമുക്ക് വേണ്ടെന്നാണ്. VD സതീശന്റെ ബൈറ്റ് ഞാൻ നേരത്തെ കേൾപ്പിച്ചിട്ടില്ലേ? സറണ്ടർ ചെയ്തിട്ടുള്ള പണം വേണ്ട എന്ന് അന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മാറ്റുമ്പോൾ അത് യൂട്ടേൺ അല്ലേ? നിങ്ങളെ പിന്തുണയ്ക്കുന്ന ജനസമൂഹങ്ങളെ, ജനവിഭാഗങ്ങളെ, നിങ്ങളെ പിന്തുണച്ച ആളുകളെ ബോധ്യപ്പെടുത്തുമോ ഇത്? അഭിലാഷ്, MOU ഒപ്പുവെച്ചതിന്റെ പേരിൽ അത് ഓണായിട്ട് നിങ്ങൾ ചില പശ്ചാത്തലങ്ങൾ നിങ്ങൾ വല്ലാതെ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പൊ MOU-നകത്ത് തന്നെ ഞാനും അഭിലാഷും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, ഒരു MOU ഉണ്ടാക്കുന്നു. അതെങ്ങനെ ഇല്ലാതാകുമെന്ന് അഭിലാഷ് ആ MOU-ൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഞങ്ങൾ ഇതിൽ നിന്ന് വിഡ്രോ ആകുന്നു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് ക്യാൻസൽ ചെയ്യുന്നു എന്ന് അന്നത്തെ കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ മറ്റൊരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കുന്നത് നിസാരല്ല ഈ വിഷയം. ഇത് കരുതലോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന വലിയൊരു കെണിയുടെ മുനമ്പിലാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. പഞ്ചാബ് ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ ഇത് ഒപ്പിട്ടു, പിന്നീട് അവർ അതിൽ നിന്ന് പിൻവാങ്ങി കത്ത് കൊടുത്തു. പിന്നെ എന്താ ചെയ്തെന്നറിയോ? അതേ ഗവൺമെന്റ്, പാർട്ടി മാറിയിട്ടൊന്നുമില്ല, AAP ഗവൺമെന്റിന്റെ കാലത്താണ് അവരതിൽ റീജോയിൻ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി.
റീജോയിൻ ചെയ്യുന്ന സ്ഥിതി MOU ഒരു വിലയില്ല, അതിനൊരു ലീഗൽ വാലിഡിറ്റി ഒന്നുമില്ല എന്ന് ഇവിടെ ഇരുന്ന് വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടല്ലേ രണ്ട് കക്ഷികൾ ഒപ്പിട്ട MOU കുറെ വ്യവസ്ഥകളില്ലേ? ആ MOU വ്യവസ്ഥകൾ അനുസരിച്ചല്ലാതെ ആ MOU പിന്മാറാൻ പറ്റുമോ? എങ്ങനെ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അടുത്ത കൊല്ലം തീരാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. ഇനി ഒരൊറ്റ കൊല്ലത്തിന്റെ കാലാവധിയേ ഉള്ളൂ. എന്തായാലും താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഇത് 5 കൊല്ലം 2021 മുതൽ ഇവർ തള്ളിക്കൊണ്ടുപോയല്ലോ. LDF പല കാരണങ്ങൾ കൊണ്ട് തള്ളിക്കൊണ്ടുപോയിട്ട് വഴിയിലിട്ടിരിക്കുകയായിരുന്നല്ലോ. ഇനി ഒരു കൊല്ലം കൂടി വഴിയിലിട്ടാൽ എന്താ കുഴപ്പം? ഞങ്ങൾ പറഞ്ഞല്ലോ, അത് വഴിയിലിടുകയാണോ വേണ്ടത്, അതിൽ നിന്ന് പിന്മാറുകയാണോ വേണ്ടത്? 7 മാസം ഒരൊറ്റ യോഗം പോലും ചേരാതിരുന്ന മന്ത്രിസഭാ ഉപസമിതി അല്ല. ഞങ്ങൾ കേരളത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്, ഈ സമിതി യോഗം ചേരും, അത് പരിശോധിക്കും. ഈ അപകടത്തിൽ നിന്ന് കേരളത്തെ പുറത്തു കൊണ്ടുവരാൻ എന്ത് വേണം? ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികളുടെ ആഗ്രഹമല്ലേ? ജിൻഡോ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ്. പക്ഷേ സർക്കാരിന്റെ തീരുമാനം മറ്റൊന്നാണ്. അപ്പൊ അങ്ങേക്ക് ശരിയാണ്, ഇത് വിഡ്രോ ചെയ്യണം എന്നൊരു തീരുമാനം മന്ത്രിസഭാ ഉപസമിതിയിൽ ഉണ്ടാവണമെന്ന് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ സർക്കാരിന്റെ തീരുമാനം മറ്റൊന്നല്ലേ? ഇത് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഷിബു മീരാൻ അറബിക്കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSSുമായിട്ട് ഞങ്ങൾ സന്ധി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ അണികൾ RSS ആരുടെ ഈ NEPയുടെ അടിയിൽ ആ താമ്രപത്രത്തിൽ ഒപ്പിടാൻ പോവാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പൊളിറ്റിക്സ് ആണ് നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്? തെറ്റാണ് അങ്ങ് പറഞ്ഞത്. വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് താഴെ ഒപ്പിട്ടത് ഞങ്ങളല്ല. ഉളുപ്പ് വേണമെന്ന് പറയില്ല ഒപ്പിട്ടവരെ കുറിച്ച്. ഉളുപ്പുള്ളവന്റെ വളപ്പിലെ കിണറ്റിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച യോഗ്യത പോലും ഇല്ലാതെ ഇവിടെ ഇരുന്ന് ഗിരിപ്രഭാഷണം നടത്തിയ ആളുടെ നേതാവാണ്. സ്വന്തം പാർട്ടിയിൽ അരനൂറ്റാണ്ടായി കൂടെ നിൽക്കുന്ന മുന്നണിയെ പോലും അറിയിക്കാതെ അവിടെ പോയി ഒപ്പുവെച്ച ഒളിച്ചു വെച്ച ഇടാനാണ് നിങ്ങൾ അധികാരത്തിലെത്തിയത്. ചവറ്റുകുട്ടയിലിടും. എടോ CPM കാരാ, നിന്റെ PM ശ്രീ ചവറ്റുകുട്ടയിലിടും എന്ന് പ്രഖ്യാപിച്ച വേങ്ങരയിലെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. നിങ്ങൾ ആ ഒപ്പിട്ട കടലാസ് കീറിയ അറബിക്കടലിലോ ചവറ്റുകൊട്ടയിലോ ഇനി ബംഗാൾ ഉൾക്കടലിലോ നിക്ഷേപിക്കാനുള്ള തടസ്സം എന്താണ്? ഞാൻ ചോദിക്കാം, ഒപ്പിട്ടത് ഞങ്ങളല്ല എന്നങ്ങ് സമ്മതിച്ചോ? അല്ലല്ലോ, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ശരി, എങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോ അങ്ങനെ ഒപ്പിട്ട് കയ്യോടെ പിടിക്കപ്പെട്ട് വണ്ടി തള്ളിക്കൊണ്ടിരിക്കെ അങ്ങാടിയിൽ വെച്ച് മുണ്ടഴിഞ്ഞു വീണതിന്റെ ജാള്യത മറയ്ക്കാൻ ഇവിടെ വന്നിരുന്ന് ചിലക്കുന്ന ആൾക്ക് രാഷ്ട്രീയ മറുപടി മാത്രമേ ഉള്ളൂ. പക്ഷെ അഭിലാഷ് എന്ന മാധ്യമ പ്രവർത്തകന് ഞാൻ സത്യസന്ധമായി അക്കൗണ്ടബിൾ ആയ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് മറുപടി പറയും. അത് നടപ്പാക്കുമെന്ന്, അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. പിന്നെന്താണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ടല്ല, കേട്ടോ, അറബിക്കടലിൽ എറിയേണ്ടതാണെങ്കിൽ അത് അറബിക്കടലിൽ എറിയും. അതെങ്ങനെ അറബിക്കടലിൽ എറിയണം, എന്നെറിയണം, എമ്മട്ടിലെറിയണം എന്ന് പഠിക്കാനാണ് ഞങ്ങളുടെ സമിതി. ഇത് ഓൺ റെക്കോർഡാണ്, എല്ലാവരും കേൾക്കുന്നുണ്ട്. നാട് വിട്ടു പോവില്ല. ശരി, കൊള്ളാം, നല്ലത്. ശ്രീ TP ജയചന്ദ്രൻ, അപ്പോ ഇതും അറബിക്കടലിൽ എറിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് UDF പ്രതിനിധികൾ വിശ്വസിക്കുന്നു. സർക്കാർ ഇന്ന് പറഞ്ഞതിൽ നിന്ന് തുടരാൻ നിർബന്ധിതരാണെന്ന് സർക്കാർ പറഞ്ഞാൽ തുടരുമെന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് തുടരാൻ നിർബന്ധിതരാണെന്നും തുടർന്നാലുള്ള കാര്യം എന്താണെന്നും ഒക്കെ ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. 1100 കോടിയുടെ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം കൂടിയാണ് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇവിടെ എന്തുകൊണ്ട് കേരളത്തിലെ LDFനാണെങ്കിലും UDFനാണെങ്കിലും ഇങ്ങനെ ഒരു സ്ട്രഗിളിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് പ്രശ്നമാണല്ലോ. ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നില്ലെങ്കിൽ PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് കേന്ദ്രം തരേണ്ട ന്യായം ആ പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ആ ഫണ്ട് തരുന്നില്ല. പക്ഷേ സമഗ്ര ശിക്ഷ അഭയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന മര്യാദകേട് കൊണ്ടല്ലേ UDFും LDFും ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലാണ്. കേരളത്തിലെ കുട്ടികൾ ഇന്ത്യയിലെ മറ്റെല്ലായിടത്തെയും വിദ്യാർത്ഥികളെ പോലെ ഉയർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അനുഭവിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അതിൽ കേന്ദ്രത്തിന്റെയും ഫണ്ട് ആവശ്യമുണ്ട്. കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് വെറുതെ അവിടെ നിന്ന് അടിക്കുന്നതല്ലോ. ഇവിടുത്തെ ഓരോ മനുഷ്യരും, ഞാൻ സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന GST മുതൽ ആദായ നികുതി വരെ, അങ്ങനെ മുഴുവൻ കേരളീയരുടെയും കൂടി നികുതി പണമാണ്. അത് നമുക്ക് അർഹിച്ച ഷെയറാണ്. അപ്പോൾ അർഹിച്ച ഷെയർ ഇവിടുത്തെ കുട്ടികളുടെ നല്ല ഉന്നമനത്തിനുള്ള പണം തരാതെ സർക്കാരുകളെ ബന്ദിയാക്കി വെച്ച് സർക്കാരുകളെ ഈ തരത്തിൽ വിഷമവൃത്തത്തിലേക്ക് തള്ളിവിടുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് LDFും UDFും തുണിയഴിഞ്ഞ് നിൽക്കുക എന്ന് പറയാൻ പറ്റുന്നത്? അല്ല, രണ്ടാം ഘട്ടത്തിൽ അഭിലാഷിൻ്റെ വാക്കുകൾക്ക് കുറേശ്ശെ മൂർച്ച കൂടി വരുന്നുണ്ട്. അഭിലാഷേ, നല്ല കാര്യം. താങ്കൾ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഇതൊന്നും ആരുടെ ഔദാര്യമല്ല അഭിലാഷേ. പക്ഷെ രാജ്യത്തിലെ സംവിധാനങ്ങളില്ലേ, നോക്കൂ, ഈ രണ്ടു കൂട്ടർ ഇപ്പോൾ പറയുന്നത് എന്താ? ദീപസ്തംഭം മഹാശ്ചര്യം, ഞങ്ങൾക്കും കിട്ടണം പണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അഭിലാഷേ, ഇങ്ങനെ പണം കിട്ടാൻ ഇന്നലെ വരെ പറഞ്ഞ മുഴുവൻ നിലപാടുകളും തള്ളിപ്പറഞ്ഞ് അതിനെ അങ്ങോട്ട് മുന്നോട്ട് പോകലാണോ? അതല്ല, ഒരു കാര്യം ഇവർ തുറന്ന് സമ്മതിക്കല്ലേ അഭിലാഷേ? കേരളത്തിന് ഏറ്റവും പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ഇത്.
ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. കേരളത്തിലും, അഭിലാഷ് കേൾക്കണം, കേരളത്തിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ പഠിക്കുന്ന CBSE സ്കൂളുകളിലും നവോദയ സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൂളുകളിലും ഞങ്ങളുടെ നേതാക്കന്മാരെ മക്കൾ പഠിച്ചിട്ട് അവർക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ അവസരം ഉണ്ടാക്കണമെന്ന വാദത്തോടല്ലേ അഭിലാഷെ നമ്മൾ കുറെ കൂടി യോജിക്കേണ്ടത്? അതല്ലെങ്കിൽ നമ്മൾ തുറന്നു പറയേണ്ടത് എന്താ? ഈ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് ഒരു നിലപാടും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങൾ പറയും. പത്രക്കാരെ കാണുമ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ സമനില തെറ്റി എന്തോ വിളിച്ചു പറയും. അത് നിങ്ങൾ പരിഗണിക്കേണ്ട എന്നുള്ളതല്ലേ? മറിച്ച് അഭിലാഷേ, നിങ്ങൾ ഈ പറഞ്ഞ ആരോപണത്തിനൊരു ചെറിയ മറുപടി ഞാൻ പറയട്ടെ. കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ഈ പറയുന്ന സമഗ്ര ശിക്ഷ കേരളത്തിന് വേണ്ടി കൊടുക്കുന്ന പണം എന്തിനുള്ളതാ? NEP 2022 ചുവട് പിടിച്ച് നടപ്പിലാക്കേണ്ട അക്കാഡമിക് വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കുള്ള തുല്യതാ പരിഗണന, അത്തരം ആളുകൾക്കുള്ള വിദ്യാഭ്യാസപരമായ പോഷിപ്പ്, കേരളം ഇന്നലെ വരെ തുടർന്ന് വ്യത്യസ്തമായി നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് കലയും ശാസ്ത്രവും നിപുണതയും തൊഴിൽ സാഹചര്യങ്ങളും പരിശീലിപ്പിക്കാനുള്ള പദ്ധതികൾ, അതിന് അധ്യാപകരെ നിശ്ചയിക്കണം. നിലവിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്രമായ മാറ്റത്തോട് അധ്യാപകരെ പരിചയപ്പെടുത്താനും പരിശീലിപ്പിക്കാനും അവർക്കാവശ്യമായ സഹകരണം നൽകണം. ഇതൊന്നും വേണ്ടെങ്കിൽ അവർക്ക് ഈ പണത്തിൻ്റെ ആവശ്യം എന്താണ്? മറിച്ച് ഇവിടെ ഒരു സഖാവ് പറയുന്നത് കേട്ടു, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഞങ്ങൾ കേരളം ഉയർത്തി. പിന്നെ എന്തിനാ സഖാവേ നിങ്ങൾ ഈ കരാറിൽ ഒപ്പിടാൻ പോയത്? അദ്ദേഹം ഡൽഹിയിലായതുകൊണ്ട് കേരളത്തിൽ നടന്നൊന്നും അറിഞ്ഞില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നില്ല മിസ്റ്റർ. ഇത് അതുകൊണ്ടാണ് അവര് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്. നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു തുടങ്ങി ഞങ്ങളുടെ നേതാക്കന്മാരുടെ വിടുവായത്വം അത് ജനങ്ങളെ പരിഹസിക്കുന്നതാണ് എന്നും പറഞ്ഞു ഒരു നേതാവ്. LDF അല്ലാതെ മറ്റാരി എന്ന ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾക്ക് തന്നെ തിരിഞ്ഞടിച്ചു. ഇവരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടില്ല അഭിലാഷേ. ഒരു കാര്യം ഇവരൊക്കെ തുറന്ന് സമ്മതിക്കുന്നില്ലേ അഭിലാഷേ? പണമാണ് വിഷയമെങ്കിൽ നിലപാടാണ് പണത്തേക്കാൾ വലുതാവേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാനുള്ള ഇച്ഛാശക്തിയല്ലേ അഭിലാഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത്? നരേന്ദ്രമോദിയുടെ കാവ്യവൽക്കരണം, RSSന്റെ പിന്തുടർച്ച, അത് കേരളത്തിന് അപകടകരമല്ലേ? കുറച്ച് പൈസ കിട്ടിയാൽ അതൊക്കെ അങ്ങ് മാറ്റിയെറിയാമെന്ന് പറയുന്നതാണോ ശരി? പകരം രണ്ടു കൂട്ടർ അഭിലാഷ് ഒരു കാര്യം തുറന്ന് സമ്മതിക്കുകയാണ്, ഇത് കേരളത്തിന് വേണ്ടതാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പം ഭരണപക്ഷം നല്ലത് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ഇതൊക്കെ പറയും. തിരിച്ച് ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരും. ഇടതുപക്ഷം ക്യാൻസൽ ചെയ്തില്ല, റദ്ദാക്കിയില്ല. ഇടതുപക്ഷം അബേൻസിൽ വെച്ചത് കരുത്തോടെ നടപ്പിലാക്കാൻ ഞങ്ങൾ ഇതാ ശ്രമിക്കുന്നു പറയുന്നവർ ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നു. കോൺഗ്രസ് സർക്കാരുകളും ഇടത് സർക്കാരുകളും ഇന്ത്യയിലായി നടപ്പിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് നടപ്പിലാക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ഏറ്റുപറച്ചിലാണ് അഭിലാഷായി നടക്കുന്നത്. ശരി, അങ്ങനെയാണോ ശ്രീ ജെയ്ക്സി തോമസ്? എന്തായാലും നിങ്ങൾക്ക് അവസരം കിട്ടാത്തത് UDF ചെയ്താൽ നിങ്ങൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിവേഗ റെയിലിന്റെ കാര്യത്തിലെ നിലപാട് അതാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചു. അതിവേഗ റെയിൽ UDF കൊണ്ടുവന്നാൽ ഞങ്ങൾ എതിർക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണം UDF കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾ എതിർക്കണം. ഇനി NEPയുടെ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് NEP നടപ്പാക്കപ്പെട്ടിട്ടില്ല. എന്തിന് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 12 വിഷയങ്ങളുടെ കാര്യം. അപ്പോൾ ഈ NEP നടപ്പാക്കുന്നതിലുള്ള പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ് എന്നൊക്കെ ഈ ജാർഗൺ പറയുന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് കൃത്യമായി എന്താണ് കാര്യങ്ങളെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ രണ്ട് മുന്നണികളും? അല്ല, അതിനെ സംബന്ധിച്ച് പ്രസക്തമായ ചില കാര്യങ്ങൾ അന്നു തന്നെ അങ്ങ് തൊട്ടു മുമ്പുള്ള ചോദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. അന്നു തന്നെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നു, എന്ത് സംഭവവികാസമുണ്ടായാലും കരിക്കുലത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല. അതോടൊപ്പം സ്കൂളുകളെ ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് സംസ്ഥാനത്തിനാണ് തെരഞ്ഞെടുക്കാൻ അവകാശം. ഈ രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഇവിടെ ഇരിക്കുന്ന രണ്ട് പ്രതിനിധികളും അത് കേട്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും കോൺഗ്രസ്സുകാരനായ നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ശകലമതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, തൊട്ടുമുമ്പ് 2025 ഈ താൽക്കാലിക ഒപ്പിടൽ സംഭവിച്ച സമയത്ത് നവംബർ 4 മരവിപ്പിന് തൊട്ടുമുമ്പ് എനിക്ക് തോന്നുന്നു യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, അന്ന് ഇത് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന പ്രതികരണം എന്ന് പറയുന്നത്, നത്തിങ് ഈസ് മാൻഡേറ്ററി ഇൻ PM-ശ്രീ എന്നുള്ളതാണ്. കരിക്കുലം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് എന്നതിനെ അടിവരയിട്ടുകൊണ്ടാണ് അന്നത്തെ കേന്ദ്ര സർക്കാരിലെ വകുപ്പ് ചുമതലയുണ്ടായിരുന്ന വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. ആ പ്രതികരണം പോലും ഓർമ്മയില്ലാഞ്ഞിട്ടാണോ ഇന്ന് മുഖ്യമന്ത്രി വന്ന് പറയുന്നത് കരിക്കുലം ഞങ്ങൾ നോക്കും,
സ്കൂളുകൾ ലിസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ നോക്കും ഇല്ലേ എന്ന് വെച്ചാൽ എന്താണെന്ന് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതല്ലേ ഈ പറയുന്നത് പോലെ സാധാരണ ലളിതയുക്തിയുള്ള മലയാളികൾക്ക് ബോധ്യപ്പെടുക. ആ ബോധ്യപ്പെടൽ വന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന 2 UDF നേതാക്കന്മാർക്ക് ഇപ്പോഴും ഞങ്ങൾ കടലിൽ തന്നെ താക്കുമെന്നും അറബിക്കടലിൽ കത്തിച്ചു കളയുമെന്നും ഒക്കെ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഈ 2 നേതാക്കന്മാരുടെയും വിദ്യാർത്ഥി സംഘടനകൾ MSFും KSUവും എന്തേ നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങൾക്കും പബ്ലിക്കിനും ഞങ്ങൾ ഇടതുപക്ഷക്കാർക്കും മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ ക്ലാസ് നടത്തുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലുള്ള സ്വന്തം ഓഫീസിലിരിക്കുന്ന MSFുകാരെയും KSUക്കാരെയും ഇതൊന്ന് പറഞ്ഞു പഠിപ്പിക്കണം. പറഞ്ഞു വന്ന വഴിയിൽ എന്ത് ചെയ്തു? ലീഗിന്റെ പ്രതിനിധി രാഷ്ട്രീയമായി നല്ല സംവാദം നമ്മൾ നടത്തി, നല്ല ശക്തിയുക്തമായി വാദങ്ങൾ ഉന്നയിച്ചു, അഗ്രസീവായി നമ്മൾ ഏറ്റുമുട്ടി ഇല്ലേ? കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ ഏറ്റുമുട്ടി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ലീഗിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ചെലക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ചെലക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. BJPയുടെ പ്രതിനിധി വന്നിരുന്ന് ചെലക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ലീഗിന്റെ പ്രതിനിധി അത് പറഞ്ഞു. മര്യാദ എന്ത് എന്നുള്ളത് അങ്ങ് സൂചിപ്പിച്ചൊരു പ്രയോഗമുണ്ടല്ലോ, ഉളുപ്പുള്ളവന്റെ വളപ്പിലെ കിണത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നവന്റെ യോഗ്യതയെങ്കിലും വേണമെന്നുള്ളത്. ആ വെള്ളമെടുത്ത് കുടിച്ചവന്റെ പറമ്പിൽ ജീവിച്ചാലെങ്കിലും ഒരു ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കണം, ഏതുതരം പ്രയോഗം നടത്തണമെന്ന് അങ്ങേക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ അങ്ങേക്കും അങ്ങയുടെ ആഫീസിൽ ഇരിക്കുന്നവർക്കും ബോധ്യമാകാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങ് സൂചിപ്പിച്ച അങ്ങയുടെ വീടിന് അടുത്തെങ്കിലും ഉളുപ്പുള്ളവന്റെ വളപ്പിലെ കിണത്തിൽ നിന്ന് വെള്ളം കുടിച്ച ആളുടെ പറമ്പിലെങ്കിലും പോയി ജീവിക്കുമ്പോൾ ചോദിക്കണം എങ്ങനെയാ ഒരു ചർച്ചയിൽ സംവദിക്കേണ്ടത്. രാഷ്ട്രീയമായി ഏറ്റുമുട്ടുമ്പോ വ്യക്തിപരമായ ആക്ഷേപമല്ല നമ്മളാരും സ്വീകരിക്കേണ്ടത്. പിന്നെ ഒരു ഒറ്റക്കാരിയുടെ BJPയുടെ പ്രതിനിധി അദ്ദേഹം ഇവിടെ പറഞ്ഞു, നിലപാടാണോ പണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നതാണോ നിലപാട് എന്നൊക്കെയുള്ളത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ഡൽഹിയിലാണെന്നുള്ളതാണ്. ആങ്കർ പറഞ്ഞാൽ മതി, ഞാൻ മാതൃഭൂമിയുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ഏത് ജില്ലയിലാണ് ഇരിക്കുന്നതെന്ന് ആങ്കർ സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. BJPയുടെ പ്രതിനിധി നിലപാട് പണത്തിന് മുമ്പിൽ പണം വെക്കാനുള്ളതാണോ അല്ലെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരവും സത്യസന്ധവുമായ അഭിപ്രായം. പക്ഷേ BJPയുടെ പ്രതിനിധി അല്പനാളുകൾക്ക് മുമ്പ് ഇപ്പോഴത്തെ നമ്മുടെ മാന്യനായ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളും വന്ന അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രതികരണമുണ്ട്. ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് against the center with respect to devolution of state share of taxes. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിഭജിക്കുന്നതിനെ സംബന്ധിച്ച് തെറ്റായ സമീപനമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടി നിലപാടുകൾക്ക് മുമ്പിൽ മുട്ടിലിറങ്ങിയ ഒരാളുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങയുടെ നേതാവാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോ നിലപാട് പണത്തിന് മുമ്പിൽ കീഴടക്കാനുള്ളതല്ല എന്ന് സമയം കിട്ടുമ്പോ അങ്ങേക്ക് ഇപ്പൊ പ്രധാനമന്ത്രിയായി ഉപദേശിക്കാൻ കരുത്തുണ്ടാവില്ല. എന്നാലും വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ പ്രധാനമന്ത്രികളെ അയലത്ത് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വിട്ടാലും മതി. ഇങ്ങനെ പണത്തിന്റെ പേരിൽ നിലപാട് പണയം വെക്കാനുള്ളതല്ല എന്ന് RSSകാരനായി അങ്ങേക്ക് നിർബന്ധമായി അദ്ദേഹത്തോട് ഉപദേശിക്കാൻ കഴിയും. നമുക്ക് അതിന് എല്ലാ കാര്യങ്ങളും ഇനി ചർച്ച ചെയ്ത് പോകാനുള്ള സമയമില്ല. ഒരു ഇടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം സമയം പറയും. ചർച്ച ഏറ്റവും അവസാനത്തെ മിനിറ്റിലാണ്. ശ്രീ ജിൻഡോ, ഈ PM ശ്രീ വിവാദം ഉണ്ടായപ്പോൾ കോൺഗ്രസ് VD സതീശൻ തന്നെ CPM-നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. CPM-നോട് നിലപാടില്ലേ? MA ബേബി വിധേയനാണോ, പിണറായി ആണോ എല്ലാം ചെയ്യുന്നത്, സ്വന്തം ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നിലപാടോ അഭിപ്രായമോ വല്ലതും ഉണ്ടോ, അതോ ഒക്കെ VD സതീശൻ തീരുമാനിക്കുന്ന പോലെയാണോ? അല്ല, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MOU ഒപ്പിട്ടതിന് ശേഷം പണം വാങ്ങാം, ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മരവിപ്പിച്ചു എന്ന് പറയാനായിട്ട് ഇത് കരിമണൽ കമകർത്തയായിട്ട് വീണ തൈക്കണ്ടിൽ ഒപ്പിട്ട കരാറ് പോലെയല്ല. വേറെ ഒരു പണിയും ചെയ്യാതെ പൈസ മേടിക്കാം, അത് കഴിയുമ്പോൾ സൗകര്യം പോലെ മരവിപ്പിക്കാമെന്ന് നിങ്ങൾ മരവിപ്പിച്ചു എന്ന് പറഞ്ഞ PM ശ്രീ ജീവനോടെ ഇരിക്കുകയാണ്. അത് ഇനി തുടരണോ വേണ്ടയോ, അതിൻ്റെ ലീഗൽ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 4 അംഗ മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നു അന്ന് നിങ്ങൾക്ക് പണം വേണം അതുകൊണ്ട് ഒപ്പിട്ടു, നിങ്ങൾ 27-ാം ദിവസം വേണ്ട എന്ന് പറഞ്ഞ് മരവിപ്പിച്ചു, അപ്പോൾ പണം വേണ്ടേ? അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു ധാരണയില്ലാതെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്ന CPM ആണ്. CPM അന്ന് ഒപ്പിട്ട PM ശ്രീയെ വേണ്ട എന്ന് തീരുമാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് ഈ സമിതി വെച്ചിരിക്കുന്നത്. ശ്രീ ഷിബു മീരാൻ, ഈ സമിതിയുടെ തീരുമാനം എനിക്കൊന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വളരെ ജാഗ്രതയുള്ള പൊതുസമൂഹമാണ്. അത് രാഷ്ട്രീയ വിധേയത്വത്തിലൊന്നുമല്ല എല്ലാ മനുഷ്യരും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെ എന്നുള്ള നല്ല ബോധ്യം അവരെ സംബന്ധിച്ചുണ്ട്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയാ പറഞ്ഞതെന്നൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് ബോധ്യമാവില്ല. അതുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനും പ്രസക്തി ഉണ്ടാവും. അല്ല, ഈ ചെലക്കുന്നു എന്ന് പറഞ്ഞതാണ് പ്രശ്നം. പൂമരക്കൊമ്പിൽ നിന്ന് കിളി ചെലക്കുന്നു എന്നൊക്കെ പാടിയ സാഹിത്യകാരന്മാർ എനിക്ക് മാപ്പ് തരട്ടെ. അദ്ദേഹത്തിന് അത് വിഷമം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ പിന്നെ അതിനകത്ത് അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കണം. ഞാൻ ആ നിലക്ക് അദ്ദേഹത്തെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഉളുപ്പ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യം, ആക്ഷൻ വിത്ത് റെസ്പെക്ട് ബിഫോർ ടേക്കിംഗ് ഫർദർ, ഞാനൊരു കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചു, മനസ്സിലാക്കിയല്ലോ. ബിഫോർ ടേക്കിംഗ് ഫർദർ ആക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് MIU, വാസുകി IAS കത്ത് അവസാനിക്കുകയാണ് കേട്ടോ.
അതായത് ഇത് നടപ്പാക്കുന്നതിന് മുൻപ് ഈ കൺസേണുകളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്നാണ് ആ കത്തിൽ പറയുന്നത്. അത് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളത് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഒരു ഊരാക്കുടുക്കിന്റെ മുൻപിൽ ഞങ്ങളെ നിർത്തിയിട്ട് തലയൂരി പോകുന്ന പണിയാണ് നിങ്ങളെടുത്ത്. ഉളുപ്പ് വളപ്പെന്നൊന്നും ഞാൻ നീട്ടി പറയുന്നില്ല. ഉളുപ്പ് എന്നൊരു വാക്ക് മലയാളത്തിൽ ഉണ്ട്, അത് മറന്നു. എന്തായാലും ഊരാക്കുടുക്കാണെങ്കിൽ ആ ഊരാക്കുടുക്ക് അഴിക്കാനുള്ള പൊളിറ്റിക്കൽ മാൻഡേറ്റ് UDF കിട്ടിയിട്ടുണ്ട്. പറഞ്ഞത് മറന്നാൽ ജനം അത് ഏത് നിലയ്ക്ക് എടുക്കുമെന്നുള്ളത് ആ മുന്നണിയുടെ നേതാക്കളും അതിൽ ബന്ധപ്പെട്ട ആളുകളുമാണ് തീരുമാനിക്കേണ്ടത്. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.